ഹായ് നേരെ നില്ലാനെ. മൂപ്പര് നല്ല കളിയിലാ. ആ ബാല, നീ ലോറി എടുക്കുന്ന കാര്യം എന്തായി? കൊറേ കാശ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ബാലൻ ലോറി നടക്കുന്ന കാണാം. തന്നോട് ആര് പറഞ്ഞു? ആനക്കാരൊക്കെ പറയണ കേട്ടു. പിന്നെ കൂപ്പിലെ ആൾക്കാരും പറഞ്ഞു. കള്ളക്കളിയാ ഈ പരിപാടി ഇവിടെ പറ്റത്തില്ല. നിങ്ങൾ വന്ന ശരിയല്ല. ഓ രാജു, എന്താണ് വിളിക്കുന്നത്? ഒരു കൈ നമ്മൾ ശരിക്ക് വാർത്തു. അത് തന്നെ. ഇതകത്ത് പോണതും വരണതും ഇവറ്റുകൾ കാണില്ല. അതൊരു നാക്ക് നിന്റെ എല്ലിപ്പൊ വെള്ളായനെ. എന്റെ തൂവാലയും പോയി. ചേട്ടാ 2 ചായ. ബാല, അവിടെ ഒരു പകച്ചുണ്ട്. അവക്കൊരു 25 പോലിച്ച സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം. ബസ് കയറ്റിയ ഇവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം. വാടോ. ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണമെന്ന് പറഞ്ഞ കടാരേട്ടൻ. അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ വരണുണ്ടാ? ബസ് ഏറ്റവും ലോറി കിട്ടും. നീ വാ. ഞാനില്ല. കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ വരില്ല പറഞ്ഞേക്കാം. നീ വരണുണ്ടോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാ. നീ ഓളൊന്ന് കണ്ടു നോക്ക്. നീ എവിടെ പോയി തൊഴഞ്ഞാലും വേണ്ടില്ല, ഞാനില്ല. എവിടെ? ഇവ നേരെയാവില്ല. കടുപ്പത്തി 2 ചായ. ആ കഴിക്കാനോ എന്തെങ്കിലും എടുത്തോ. അയ്യോ കൊല്ലണേ, ഓടി വരണേ, അയ്യോ ഈ പണത്തോടെ ഓടി വരണേ, അയ്യോ വണ്ടി വരണേ, അയ്യോ നമുക്കിത് ഓടില്ല. നോക്കി ഓടാ. ഓടി വാടങ്ങോട്ട്. എന്താ? കയ്യിൽ വിടവാട. എന്റെ രാജു, നീ പണ്ടാറങ്ങാൻ എനിക്കറിയോ ഓക്ക് ഒരു കെട്ടിയുണ്ടെന്ന്. എന്താ ഉണ്ടായത്? അവൻ കത്തിയെടുത്തപ്പോ ഞാൻ ആദ്യം കുത്തി. പുറത്തിറക്കാൻ വേറെ വഴി കാണണ്ടേ? മാരണം. അയാൾക്ക് അപകടമല്ലോ. മോഞ്ഞോണം പറഞ്ഞിട്ട് കയ്യിലുള്ള കാശെടുക്ക. ഉള്ളത് എടുക്കണ പാല. എന്നെ കൂടെ കഴിയുമ്പോ കേട്ടല്ലടാ. ഉള്ളത് താ പാല. നിന്റെ ഉള്ളതാ. വല്ല ദിക്കിലും പോയി രക്ഷപ്പെടട്ടെ. നേരം കളയല്ലേ. അവനെവിടെ? എനിക്കറിയില്ല. നീ പറയില്ലല്ലേ? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവനെവിടെ? എനിക്കറിയില്ല. കോക്കാനെ പിടിക്കാനുള്ള വല്ല കെണിയുണ്ടാക്കാൻ വയ്ക്കോ അച്ഛന്?
ഇനിയിപ്പൊ ഇതിനിടെ കൂടെ ഒരു കോക്കാനും കൂട്ടി കയറില്ല. ഒരെണ്ണത്തിനെ കൊല്ലാന്ന് പറഞ്ഞാൽ നീ കേക്കില്ല. ഇപ്പോഴോ ഇത് മുട്ടയിടാൻ തുടങ്ങിയ കോഴിയായിരുന്നു അച്ഛാ. ആ കോക്കാനെങ്കിലും നിന്റെ കോഴിയുടെ ഇറച്ചി തരാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ, എനിക്കില്ലെങ്കിലും. അച്ഛന്റെ കൊതി കൊണ്ടാ അതിന് പറ്റിയത്. ബാല, നിന്റെ വലിയ റൈറ്റ് വേണുണ്ട്. നീ എവിടാണ്? നീ വെള്ളത്തിയാണ്. തീർച്ചപ്പൊടിക്കല്ലാണ്ട് എന്തിനാ ഇവിടെ വരിക? ആ മുളയൻ ചെക്കനെ അയക്കായിരുന്നില്ലേ? അവൻ അങ്ങാടി പോയിട്ട് വന്നിട്ടില്ല. രാത്രിക്ക് മീനുണ്ടോ മോളെ? അറിഞ്ഞൂടാ. ഉണക്കമാന്തലിന്റെ ഒരു വെള്ളം ഉണ്ടാവല്ലേ? പണിക്കാരുടെ പ്രാക്ക് കിട്ടുമെന്ന് പറയണട്ടാ ബാല കണാര മൂപ്പരോട്. നിർത്താൻ ബാല, ബാലന് സ്പെഷ്യൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് അവൻ ഊണിന്റെ ശരിക്കുള്ള വിവരം അറിയില്ല. ഇന്നലെ ഷീറ്റ് കളിച്ചിട്ട് എത്ര പോയി? ആർക്കാ കിട്ടിയതാ പുണ്യേട്ടാ? പൊടിയെടുത്തില്ലേ? നടന്നോ, ഇവിടെ ചുറ്റി തിരിയാണ്ട് വേഗം പോവാൻ. ആ ബാല, കുട്ടിക്ക് ഈ മോഡലിന് എന്താ വിലയെന്നേ പറയേണ്ടത്. വല്ലാത്തൊരു കമ്പം തന്നെയാണ് കേട്ടാ. ഇതൊക്കെ പിന്നെ എന്തിനാ അവിടെ വാങ്ങി വെച്ചിരിക്കണേ? പിന്നെ പണിക്കാര് ഉണ്ണാനും ചായ കുടിക്കാനും വരുന്ന നേരത്ത് നീ അതിന്റെ ഇടയിൽ കിടന്ന് തിരിയണത് കണ്ടു. വേണ്ട, തിരക്കുള്ളപ്പോ ഒന്ന് സഹായിക്കണ്ടേ? എന്താ തെറ്റ്? തെറ്റുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. അത് തന്നെ. രാജി കൂടാ നോക്ക്, പെണ്ണിന്റെ മണം തട്ടാതിരിക്കുന്ന ആൾക്കാരാ ഒരുമാതിരിക്കാരൊക്കെ. അവരൊക്കെ ഓരോന്നൊക്കെ തോന്നും. അത് തന്നെ. അതാ ഇപ്പൊ നന്നായേ. എന്ത് മണം? അവർക്ക് ഓരോന്ന് തോന്നിയ എനിക്കെന്താ? ഇപ്പൊ വല്ല മണവും തട്ടണ്ട. രാജി, രാജി മോളെ, രാജി, ഞാൻ ആരായി രാജി? ആദ്യം രാജുവിനെ വിളിക്കാന്ന് വിചാരിച്ചു. രാജിയെ സ്വപ്നം വല്ലതും കണ്ടിട്ടാവും അല്ലേ? വേറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഒന്നും തിരിഞ്ഞില്ല. നാട്ടിലാണോ രാജി? രാജി ഇപ്പോഴില്ല. പിന്നെ എവിടുണ്ട്? മരിച്ചുപോയി. ഇറങ്ങണം കയറണുണ്ട്. അത് പനി വിടണ ലക്ഷണ. ഓരോന്നൊക്കെ പിച്ചുമ്പയും പറയണുണ്ട്. എന്നെ കൊണ്ടൊരു ശല്യം അല്ലേന്നാണ് കേട്ടാ. ഏയ്, ഇതൊക്കെ എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതല്ലേ. വേറൊരു സ്ഥലം എന്നുള്ള വിചാരം വേണ്ട. താഴ്ത്തങ്ങാടി രാവുണ്ണിയെ വിളിച്ചോണ്ടെന്നല്ലോ. കളരി മരുന്ന് അയാളുടെ ചികിത്സ. ചുക്കാപ്പിയാ. പനി കുറവുണ്ട്. എന്തേ?
ഒന്നുമില്ല. രണ്ടാളും എന്തേ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാരും വലിയ ചങ്ങായിമാരും ഒക്കെ ആയിട്ട്. ഒക്കെ ആയിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ല.